പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് തിരുസന്നിധി സമർപ്പിക്കുന്നു. കർത്താവ് അന്ധകാഴ്ച നൽകിയവനെ, കർത്താവ് ചീടിന് കേട് നൽകിയവനെ, കർത്താവ് ഊമന സംഭാഷണം നൽകിയവനെ, കർത്താവ് മഹോരോഗിച്ചപ്പെടുത്തിയവനെ, കർത്താവ് തലവാരോഗിച്ചപ്പെടുത്തിയവനെ, കർത്താവ് മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവ് കാനാല കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കടലിനെ ശാന്തമാക്കി 50,000 പേർ കൊണ്ട് തീറ്റിപ്പൂറ്റിയവനെ, കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഓരോരോ സാഹചര്യം അനുസരിച്ചുകൊണ്ട് സാഹചര്യത്തിന് ഒത്തവിധം ജീവിതത്തെ നീ അഭിസംബോധന ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹമാണ് ക്രിസ്തുവേ. അങ്ങയുടെ ആ സ്നേഹം ഇപ്പം ജ്വലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അങ്ങനെ നാവ് വിളിച്ച് അപേക്ഷിക്കുന്ന മക്കൾക്ക് ഇന്ന് അവരെവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചിന്തിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, എന്തെല്ലാം എഴുതുന്നു, എന്തെല്ലാം കറസ്പോണ്ട് ചെയ്യുന്നു, എന്തെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എല്ലാ മേഖലയിലും കർത്താവിൻ്റെ ശക്തി പ്രവർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ, നിൻ്റെ ഇടപെടലുകൾ എല്ലാം കർത്താവിനകത്ത് ആശ്രയിക്കപ്പെടട്ടെ. ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജപമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളിലുള്ള എല്ലാ സൽപ്രവൃത്തികളും സുവിശേഷ വേലകളും നീ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു. നീ ഇത് ഉണർന്നെഴുന്നേൽക്കുകയും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ഉശിരോടെ ഉണർവോടും കൂടി നീ എല്ലാത്തിനും അതിജീവിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷിയാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ഞാൻ നിൻ്റെ ദിവസത്തെ ആശീർവദിക്കുന്നു. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത അഥവാ നമ്മൾ ചെയ്യുന്നതിന് പ്രയാസമുള്ള, നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഉത്കണ്ഠപ്പെടുന്നത്. അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം ഉള്ളത്. പക്ഷേ സുവിശേഷത്തിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയണത് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിലാണ് കർത്താവിൻ്റെ സഹകരണം നമുക്ക് ആവശ്യമായി വരണത്. ആദിമസഭ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്തില്ലേ? അതിൻ്റെ കാരണം അപ്പോസ്തലന്മാർക്ക് ആ ഒരു വലിയ ജനത്തിനെ മാനസാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഹീഡിയസ് ടാസ്ക്കായിരുന്നു. അതുകൊണ്ട് എന്തായത്, അവർ എപ്പോഴും പ്രാർത്ഥനയാണ്. ബൈബിൾ നോക്കട്ടെ, എപ്പോൾ നോക്കിയാലും ബൈബിളിൽ ആക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു ഭാഷ എന്താണ്? കർത്താവേ, ഞങ്ങൾക്ക് കഴിവില്ല എന്നാണ്. കഴിവില്ല എന്ന് തുറന്ന് സമ്മതിക്കണം. ഇപ്പം നമ്മളുടെ ഈ ഇവാഞ്ചലൈസേഷനൊക്കെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മന്ദീഭവിച്ച് കിടക്കണ കാരണം സഭയ്ക്ക് ഭയങ്കര കഴിവാണ്. എല്ലാത്തിനും ഡോക്ടറേറ്റൊക്കെ എടുപ്പിച്ച് അടിപൊളിയായിട്ട് ഭയങ്കര വിദ്യാഭ്യാസം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ അണ്ണന്മാരെല്ലാം കൊണ്ടൊന്ന് ചിന്തിക്കും, ആലോചിക്കും. കർത്താവിനെ പക്ഷേ ആശ്രയിക്കുന്നത് നമ്മുടെ ചിന്തയും ആലോചനയും കൂടുമ്പോൾ അനുസരിച്ചുകൊണ്ട് ദൈവാശ്രയം കുറഞ്ഞുകൊണ്ടിരിക്കും. വചനത്തിൻ്റെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ സഭ പ്രവർത്തിക്കണമെങ്കിൽ മർക്കോസ് 16:20 വായിച്ചേ. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എലൈറ്റ് ഗ്രൂപ്പിനോടൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഫാദേഴ്സിനോടൊക്കെ പറയുകയാണെങ്കിൽ പറയും, ആദിമസഭയിലാണ് അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, പിന്നീട് അടയാളത്തിൻ്റെ ആവശ്യമില്ലെന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല അടയാളം വർക്ക് ചെയ്യണത്. കർത്താവ് കൂടെ സഹകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അടയാളം വരണത്. കർത്താവ് അവിടെ നിന്ന് ഞങ്ങൾ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഒരു ബുദ്ധിയും ബോധവും ഒക്കെ എടുത്തിട്ട് നമ്മൾ എന്തുമാത്രം, ശരിക്കും പറഞ്ഞാൽ വചനം കൈമാറാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയത്. അതിൻ്റെ വേറെ എന്താ ഉദ്ദേശം? പക്ഷെ പിന്നീട് വിദ്യാഭ്യാസം മാത്രം നമ്മുടെ ലക്ഷ്യമായി. നിങ്ങളെപ്പോഴും കർത്താവിനെ സഹകരിപ്പിക്കുന്നതിന് നല്ല പവർഫുൾ പ്രെയർ ഉണ്ടാകണം. ആ പ്രെയർ പറയണത് എന്താ? നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രാർത്ഥന കൊണ്ടാണ് ചെയ്യേണ്ടത്. അല്ല ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞൊരു സംഭവമില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞില്ലേ? ഇപ്പം മനുഷ്യന് അസാധ്യമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ അതേസമയം തന്നെ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ബൈബിൾ ഇടയ്ക്കിടയ്ക്ക് പറയും. ലുക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ എന്തിനാ പറയണത്? നമ്മൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമാണെന്ന് തന്നെയാണ് ഈ പറയണത്. അതാണ് മനുഷ്യർക്കിത് പ്രയാസമാണ്. സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് പറയത്തില്ലേ, ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്ന പോലെ. അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? അപ്പോൾ ഈശോ എന്താ പറയണത്? മനുഷ്യർക്കിത് അസാധ്യമാണ്. മത്തായി 19:26 എടുത്തേ.
യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്. അപ്പൊ മനുഷ്യർക്ക് അസാധ്യമായ കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞത്? മനുഷ്യർക്ക് ഇത് അസാധ്യമാണെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിട്ട് കളഞ്ഞാൽ പോരെ? അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണ്ടേ? ഇല്ല, അടുത്തൊരു വാതിൽ തുറന്നു വെക്കുകയാണ്. എന്താണ്? ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാധ്യമായ ദൈവത്തെ ആശ്രയിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് ആ ഫയൽ ചേഞ്ച് ചെയ്യണമെന്ന് അർത്ഥം. എൻ്റെ ഇത് ജീവിതത്തിലുണ്ട് പല പ്രാവശ്യവും. ചില കാര്യങ്ങൾ നമുക്ക് നടക്കത്തില്ല. ഓഫീസ് വേദന ഒന്ന് ചെന്ന് നോക്കിയേ. നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ PR, നിങ്ങളുടെ വസ്തു വിൽപ്പന, നിങ്ങളുടെ ആധ്യാത്മിക പുരോഗതി ഒന്ന് ചെയ്ത് നോക്കിയേ. ചിലതൊക്കെ ഒരു ഗ്രോത്തും ഉണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, പക്ഷേ അതുകൊണ്ട് ഒരു ഡെഡ് സ്റ്റോപ്പല്ല. ദൈവത്തിൻ്റെ ഇത് സാധ്യമാണ്, എല്ലാം സാധ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കണം. അതിലേറ്റവും നല്ല വാതിലാണ് ഇന്ന് സഭയെ തുടങ്ങിയിരിക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും മനുഷ്യർക്ക് അസാധ്യമായ കാര്യങ്ങളെ ആണ് ഈ ഉടമ്പടിയിൽ വെച്ചിട്ട് ആ ഉടമ്പടിയുടെ ഫോർമുല കീപ്പ് ചെയ്ത് പോകണം. ദൈവത്തിന് ഈ വിഷയത്തിലേക്ക് കക്ഷി ചേർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിലപാടുകളും സമീപനങ്ങളൊക്കെ നമ്മൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പദ്ധതികളും ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ വിഷയങ്ങൾ നടക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റും. അതൊരു വിശ്വാസം എന്നൊരു സ്നേഹനിർഭരമായ വിശ്വാസമായിരിക്കണം. ഞാനിതിങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ നമ്മുടെ വിശുദ്ധ നാട്ടിൽ ചെന്നപ്പോഴേ ഒരു വല്ലാത്ത പ്രതിസന്ധി ചെന്ന് ചാടി. ഒന്നാമതിൽ അവിടെയൊക്കെ ഞാൻ ആദ്യം പോയ, അപ്പം നമ്മുടെ യാത്രയിലെല്ലാം നമ്മൾ തീർത്ഥയാത്രയാണ്, നമ്മളെല്ലാ സമയത്തും പ്രാർത്ഥിക്കും. ജപമാല കയ്യിൽ നിന്ന് മാറ്റാതെ തന്നെയാണ് ഉറങ്ങുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ഒരു അനുഭൂതിയാണ് പ്രത്യേകം. പക്ഷേ ഈ ദാവീദിൻ്റെ പഴയ ജെറുസലേമിലെ ദാവീദിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ ഈ ഗ്രൂപ്പ് 10-30 പേർ കൂടിയാണ് പോണേ. ദാവീദിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. കാര്യം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അവിടെ നല്ല സുഗന്ധം, പുരാതനമായ കുന്തിരിക്കത്തിൻ്റെയും വേറെ എന്തോക്കെ ധൂപത്തിൻ്റെ നല്ല സുഗന്ധമാണ് എല്ലാ സമയത്തും ഇങ്ങനെ അവർ വീശിക്കൊണ്ടിരിക്കണം, നമ്മൾ ധൂപിക്കുന്ന പോലെ തന്നെ. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ആടി നിന്നുകൊണ്ട് അവിടുത്തെ സൂക്ഷിപ്പുകാരായിട്ടുള്ള പുരോഹിതന്മാർ ഹെബ്രായ ഭാഷയിൽ തന്നെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു ദാവീദിൻ്റെ കാലത്ത് മനസ്സ് എത്തപ്പെട്ട പോലെയൊക്കെ തോന്നും. ഞങ്ങൾ ആ സമയത്ത് ഏറ്റവും മുമ്പിൽ പോയിരുന്നുകൊണ്ട് ജപമാല ചെല്ലുകയായിരുന്നു. കാരണം തുടർ യാത്രയെല്ലാം ജപമാലയാണ് ചെല്ലണത് കൊണ്ട് പിന്നെ ജപമാല തന്നെ ഏത് സമയത്തും അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടും ജപമാല ചൊല്ലിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ ജപമാല ചൊല്ലി ഈ പ്രാർത്ഥനയോട് ചോദിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സമയം പോയി അറിഞ്ഞില്ല. ഞങ്ങളെ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരെ ആരെയും കാണാനില്ല. അത് പെട്ടെന്നൊന്ന് ഞെട്ടി. കാര്യം വെച്ച് കഴിഞ്ഞാൽ പഴയ ജെറുസലേമാണ്. അതിൻ്റെ വഴികളെല്ലാം ഇങ്ങനെ വലിയ 12 അടി 16 അടി ഉയരമുള്ള കെട്ടിടങ്ങളുടെ മതിൽ തന്നെയാണത്, അല്ലാതെ പ്രത്യേകം മതിലായിട്ടില്ല. അത് നമ്മൾക്ക് നടക്കാൻ ഉള്ള ഒരു 8 അടിയൊക്കെ കാണത്തുള്ളൂ. 8 അടി അല്ലെങ്കിൽ കൂടി പോയാൽ 10 അടിയൊക്കെ കാണത്തുള്ളൂ. ചിലയിടത്ത് മാത്രമേ ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും 2 വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഘട്ടമായി. കാര്യം നമ്മുടെ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ നേരെ ഹോട്ടലിലേക്ക് പോയേക്കണം, വേറെ കണ്ടുകെടുക്കാനും
ഒന്നും നടക്കുമെന്ന് തോന്നണില്ല. കാര്യം അത് അങ്ങനെയാണ് എൻ്റെ അറേഞ്ച്മെൻറ്റ്. കാര്യം വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒരു സ്ഥലം കഴിയുമ്പോൾ എല്ലാം ടൈം ഷെഡ്യൂള് അല്പം തെറ്റിയ എല്ലാം കൺഫ്യൂഷൻ ആകുന്ന കാരണം 1-2 പേരൊക്കെ തെറ്റിച്ചാൽ നേരെ ഹോട്ടലിലേക്ക് വരാനേ പറയത്തുള്ളൂ. പക്ഷേ ഹോട്ടലിലേക്ക് പോകുന്നത് 90 കിലോമീറ്റർ അകലെയാണ്. തന്നെ ആ ദിവസം മൊത്തം പ്രോഗ്രാം പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വിശദമായിട്ട് ചെന്നിട്ട് 5-8 സ്ഥലം നമുക്ക് സ്പേസ് ഒരു ദിവസത്തെ ഷെഡ്യൂളെല്ലാം പോകും. അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട്. പിന്നെ ഹോട്ടലിൽ തന്നെ ഞാൻ മൊബൈൽ ഈ യഥാർത്ഥ വണ്ടിയെ ഒന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി മൊബൈൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വിജയകുമാറാണ്. വിജയകുമാറിൻ്റെ റോമിംഗ് ഉണ്ട്. ഞാൻ നിങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങയുടെ അതിൻ്റെ ഇതും പോയി, റോമിംഗ് അല്ല അതിൻ്റെ ചാർജ് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയെന്ന അർത്ഥം. ഇങ്ങനെ ജീവിതത്തിൽ പെട്ടുപോകുന്ന സമയമുണ്ട്. പെട്ടുപോകുമ്പോഴാണ് നമ്മൾക്ക് എന്തൊരു വിശ്വാസം ദൈവത്തിലുണ്ട് എന്ന് നമുക്ക് ദൈവം തന്നെ നമ്മളെ അനുസ്മരിപ്പിച്ച് തരണ ഒരു സമയമാണ്. അപ്പോൾ സാറിനോട് ചോദിച്ച്, വിജയകുമാർ എന്നോട് ചോദിച്ച്, നമ്മളിത് എന്ത് ചെയ്യും? നമുക്ക് ഭാഷ അറിയത്തില്ല. കാര്യം അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഭാഷ നമുക്കറിയാം, ഇംഗ്ലീഷൊക്കെ അറിയാം, പക്ഷെ അതില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രയോജനമില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ദിക്കും അറിയാൻ പാടില്ല, നടന്നാണ് പോകേണ്ടത്. ഞങ്ങളുടെ വണ്ടി എവിടെയും ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. അവിടെ ചെന്ന് തെക്കും അറിയാൻ പാടില്ല, വടക്കും അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ല. വണ്ടി ഒരു 50 അല്ല, ഒരു കിലോമീറ്റർ അകലെ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു ഊടുവഴി കൂടി നടന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. കാര്യം എല്ലായിടത്തും വഴിയാണ്, വഴിയല്ലാതെ വേറെ ഒന്നുമില്ല, സ്ഥലങ്ങളില്ല. അപ്പോഴേ എന്ത് ചെയ്യുമെന്നറിയാമോ? ദിക്കറിയത്തില്ല, കൺഫ്യൂഷനായി. ഇനി വണ്ടി വിട്ടുപോയാൽ അതും പ്രശ്നം, എല്ലാം പ്രശ്നം. ഞാൻ അമ്മ ജനിച്ച് വളർന്ന സ്ഥലമാണിത്. ഞങ്ങളിവിടെ പുതിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ദിക്കും അറിയാൻ പാടില്ല, ഭാഷ അറിയാൻ പാടില്ല. അപ്പോൾ അമ്മയ്ക്കറിയാം ഈ സ്ഥലം എവിടെയൊക്കെയാണെന്ന്. ഇതെൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് സ്വകാര്യമായി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞില്ലേ സ്നേഹനിർഭരമായ വിശ്വാസമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ വിജയകുമാരോട് ഞാൻ പറഞ്ഞു, സാർ ജപമാല എടുക്ക്, നമ്മളൊരുമിച്ച് ജപമാല ചെല്ലും, കിട്ടണ ദിക്ക് നമ്മൾ പോകും. 5ാമത്തെ ദിവസം ചെല്ലുമ്പോൾ അമ്മ നമ്മൾ റോഡിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കൊണ്ടുവരിക, നമ്മൾ തീർച്ചയായും കൊണ്ടുവരും. അമ്മയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ എത്തിച്ചിരിക്കും. നമുക്ക് വേറെ ആരിലും നമ്മൾ ആശ്രയിക്കണില്ലല്ലോ. ഞങ്ങൾ ജപമാല ചെല്ലി നല്ല 40 ഡിഗ്രി ചൂടാവിടെ, വേർത്തൊലിച്ച് പോവുകയാണ്. എങ്കിലും പക്ഷേ കറക്റ്റ് ജപമാല ചെല്ലി 5ാം രഹസ്യത്തിലെത്തിയപ്പോൾ കൃത്യമായിട്ട് നമ്മൾ റോഡ് സൈഡിലെത്തി. നമ്മൾ ശരിക്കും എനിക്ക് വിസ്മയം തോന്നി. കാര്യം അമ്മ ഈ വാക്കെല്ലാം കേൾക്കുന്നുണ്ടല്ലോ എന്നും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ദൈവം ഇത് കേൾക്കുന്നുണ്ട്, ദൈവം ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും, പക്ഷെ ദൈവം ഇത് കേൾക്കുന്നുണ്ടോ, ദൈവം ശ്രദ്ധിക്കുന്നുണ്ടോ? പൊട്ടക്കണൻ്റെ അവിടെ കൊള്ളട്ടെ. അങ്ങനെ ദൈവത്തെ അറിയാം, ഇവൻ എന്നെ വിശ്വസിച്ചിട്ടൊന്നുമല്ല, ഇവൻ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ആ പ്രാർത്ഥനയുടെ ക്വാളിറ്റി പ്രോബ്ലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്രാർത്ഥനയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്നേഹനിർഭരമായ വിശ്വാസമാണ്. സ്നേഹത്താൽ ഇപ്പോൾ ഗലാത്യർ നമ്മൾ 5:6 പറയത്തില്ലേ, ഇപ്പോൾ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാണ്. ഞങ്ങളുടെ വിഷയം തീർന്നില്ല. ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് സാറിന് വിസ്മയമായി. പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി വണ്ടി അവിടെ ഇല്ല, വണ്ടി അപ്പത്തിന് പോയില്ലേ. ഒന്നാമത്തിൽ 64 ഫീറ്റ് റോഡാണ്, 64 അടി റോഡാണ്. അപ്പോൾ 3 റൂട്ട് അതിൻ്റെ ഇടയ്ക്ക് നടുക്കൂടി ബസ്സിന് പോകാൻ, അങ്ങോട്ട് പോകാൻ, 2-3 റൂട്ട് ബസ്സിന് ഇങ്ങോട്ട് വരാൻ, പിന്നെ ഇങ്ങനെ കാറിന് പോകാൻ, കാർ ഇങ്ങോട്ട് വരാൻ. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ മിന്നി മാറണ പോലെ ഇങ്ങനെ ഇരിക്കും. വണ്ടി മിന്നി മാറുന്ന പോലെ ഇരിക്കും. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൗണല്ലേ, സിറ്റി അല്ലേ. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാ? അടുത്ത കൺഫ്യൂഷൻ. അടുത്ത വണ്ടി ഏതാണ്? വണ്ടിയുടെ കളർ എങ്ങനെ ഇരിക്കും? ഓരോ ദിവസവും ഓരോ വണ്ടിയാണ്, ഓരോ ദിവസവും ഓരോ വണ്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് വരുമ്പോൾ ഇങ്ങനെ വണ്ടി മിസ് ചെയ്യാനുള്ള കാര്യം നമുക്കറിയാമോ? വണ്ടിയുടെ ഒന്നും നോക്കത്തില്ല, അറിയിരിക്കും. പക്ഷേ ഇപ്പോൾ പണിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെന്ന് പോലും നമുക്കറിയാൻ പാടില്ല, നമ്പർ അറിയാൻ പാടില്ല, നമ്മുടെ ഫോൺ നമ്പർ ഇല്ല, ഒന്നുമില്ല. ഇതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് വേർത്ത് പോകും. അപ്പോഴേ ഞാൻ സാറേ വണ്ടി അമ്മ കാണിച്ചു തരണമല്ലോ, വണ്ടി കാണിച്ചു തരണമല്ലോ നമ്മൾക്ക്, അല്ല നമുക്ക് വേറെ എന്താ മാർഗം? അപ്പോൾ ഞങ്ങൾ ഉടനെ ടാക്സി വിളിച്ചിട്ട് ടാക്സി കയറിയിരുന്നപ്പോഴും ടാക്സിക്കാരൻ ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഗോ ഫോർത്ത് എന്ന് പറഞ്ഞു. ഗോ ഫോർത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വാ വിളിക്കുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പുള്ളി കേട്ടിട്ടില്ല. എല്ലാവരും ടാക്സിയിൽ കയറി ഇരുന്നിട്ട് പറയണത് സ്ഥലമല്ലേ പറയണത്, നമുക്ക് സ്ഥലം അറിയത്തില്ലല്ലോ. വണ്ടി എവിടെയാണെന്ന് അറിയാൻ പാടില്ല, ദിക്കറിയാൻ പാടില്ല, ഒന്നും പറയാനറിയാൻ പാടില്ല. മുമ്പോട്ട് പോകാൻ പറയണ അയാളോട്. അയാളൊരു 5 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ഓടിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് എങ്ങോട്ട് ഓടിക്കണമെന്ന് അറിയാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞ് ഗോ ഹെഡ് എന്ന് പറയുന്നുണ്ട്. അയാൾ 2 ഇന്ത്യൻ ഭ്രാന്തന്മാർ കയറി ഇതിൻ്റെ അകത്ത് ഇരിക്കണ പോലെ അയാൾക്ക് തോന്നിയത്. അയാൾ വണ്ടി നിർത്തി. അയാളോട് ഇങ്ങനെ കാശ് എടുക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കാശ് തരാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് 1700 രൂപ. അപ്പോൾ 5 മിനിറ്റ് ഒരു 1.5 കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ 1700 രൂപ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലവും അറിയാൻ പാടില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കാശ് കുറേ പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, ബിജുകുമാർ എന്നോട് ചോദിച്ചു കാശ് കുറേ പോകും. ഞാൻ പറഞ്ഞു കാശ് പോകത്തില്ല. കാര്യം ഈ 5 രഹസ്യം നമ്മൾ ഈ ടാക്സിയിൽ ചെല്ലുമ്പോൾ അമ്മ വണ്ടി കാണിക്കുമെന്ന് പറഞ്ഞു. അതായത് ഞാൻ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോഴേ, ഒരു ലെഫ്റ്റിൻ്റെ എയറായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിൽ ഒരു മാർഗമില്ലാതെ നിൽക്കുമ്പോഴേ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. വണ്ടിയുടെ 10,000-കണക്കിന് വണ്ടി, ഒരു 2-3 രഹസ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറ്റ്, ബ്ലാക്ക്, റെഡ് എന്നും പറഞ്ഞ് ഒരു വണ്ടിയുടെ ഡിസൈൻ. അതെ, നമ്മുടെ ഉള്ളിൽ ദർശനം എന്നൊക്കെ പറയല്ലേ, നമ്മളൊക്കെ അനുഭവിച്ച് നോക്കണ വഴി. അതായത് പ്രെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറ്റ്, ബ്ലാക്ക്, റെഡ് എന്ന് പറഞ്ഞ് പുറത്തിങ്ങനെ സിയൊക്കെ മാർക്കിൽ 2-3 ഒരു വാഹനം കണ്ട്. അപ്പോൾ എൻ്റെ മനസ്സത് കുറിച്ചിട്ട് ഈ വാഹനമായിരിക്കും. പക്ഷേ ഞാൻ ആ വണ്ടി രാവിലെ കണ്ടില്ലേ, ഇപ്പം മനസ്സിൽ ഈശോ കാണിച്ചു തന്നതാണ്. ദൈവമേ 5-ാമത്തെ രഹസ്യത്തിലെത്തിയപ്പോൾ കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ പുറകുവശം കണ്ട്. ഞാൻ സാറേ അതാണ് വണ്ടിയെന്ന് തോന്നണമെന്ന് പറഞ്ഞു. ഉടനെ ആ വണ്ടിക്കാരോട് പറഞ്ഞു ഞങ്ങൾ എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞു, എൻ്റെ ബിസൈഡായിട്ട് നിർത്താൻ പറഞ്ഞു. നിർത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ വിസ്മയമായിപ്പോയി. അത് തന്നെ വണ്ടി. 5 രഹസ്യം. എൻ്റെ മക്കളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത്? വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ വരുന്ന ഒരു സമയത്ത്, അതായത് മിറക്കിൾ എന്നല്ലാതെ, അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ എന്തിനുള്ള ചാൻസാണ് ഉണ്ടാകുന്നത്? ഒരു മിറക്കിളിനുള്ള ചാൻസാണ് ഉള്ളത്. നിൻ്റെ ജീവിതത്തിന് ദൈവവേദന എന്നെ ശ്രവിക്കുമ്പോൾ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഈ ജീവിതത്തിൻ്റെ അവസ്ഥ, ഈ പ്രശ്നം നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ എന്നെപ്പോലെ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച്, എൻ്റെ കർത്താവ് എൻ്റെ അധ്വാനം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥകളെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ജോഷുവ 24:13 ഓർക്കണം. എന്താണ്? അധ്വാനിക്കാത്ത ഭൂമി നിനക്ക് തരാൻ, പണിയാത്ത പട്ടണം തരാൻ വേണ്ടി കർത്താവ് നിന്നെ വിളിക്കുകയാണ് വേദനയുടെ കാലത്തിലൂടെ. ഇപ്പോഴ് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെ ദൈവം എങ്ങനെ ബൈബിൾ കാലത്ത് എന്നതുപോലെ ഈ കാലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാനും ഇപ്പോഴുള്ള ഈ വിശ്വാസത്താൽ ആത്മശക്തി നേടുവാനും ദൈവം നമ്മളെ സഹായിക്കും. എൻ്റെ പേര് ലൈസി സെബിസൻ. ഇത് എൻ്റെ മകൾ കാർമൽ ഞമിത. ഞാൻ വരുന്നത് പള്ളുരുത്തിയിൽ നിന്നാണ്. ഞാൻ ജൂലൈ മാസം 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്നും ലഭിച്ച തൈലവും തിരിയും സാധാരണ പോലെ തന്നെ ഞാൻ നടയിൽ വെച്ചു. അധികം വിശ്വാസമൊന്നും തോന്നിയില്ല. ഓഗസ്റ്റ് മാസം ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകളുടെ തൊണ്ടയിൽ എല്ല് കുടുങ്ങുകയും ശ്വാസതടസ്സം അനുഭവപ്പെട്ട് മരണവെപ്രാളം പോലെ അനുഭവപ്പെടുകയും ചെയ്തു. കുഞ്ഞു പറഞ്ഞു, മമ്മി എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, എന്നെ ഉടനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കാർക്കിച്ച് തുപ്പുവാൻ പറഞ്ഞു. തുപ്പിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നേരിയ ബ്ലഡിൻ്റെ വരുന്നത് കണ്ട് ഹസ്ബൻഡ് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായി ഡ്രസ്സ് മാറി. ഞാൻ വേഗം തന്നെ കുഞ്ഞിനെയുമായി നടയിൽ വന്ന് വെഞ്ചരിച്ച ആ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയിൽ പുരട്ടുകയും മാതാവിനോട് ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവേ, നീ എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണമേ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചൊല്ലി തീരും മുമ്പ് തന്നെ കുഞ്ഞ് പറഞ്ഞു, മമ്മി എൻ്റെ തൊണ്ടയിൽ നിന്നും എന്തോ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. അനുഭവപ്പെട്ടത് കുഞ്ഞിനെ പഴയ പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്തു. അങ്ങനെയാക്കി തന്ന അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഞാൻ 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നല്ല സാക്ഷ്യമാണ് കേട്ടത്. കാരണം ആ സെക്കൻഡിന് അവർ
പെട്ടെന്ന് അവർക്ക് ബോധ്യം കിട്ടണം. കാര്യം അവർ മരിക്കാൻ പോകുന്ന കണ്ടീഷനാണ്. പിന്നെ ആശുപത്രി എത്താൻ പറ്റുമോ എന്ന് പോലും അറിയാൻ പാടില്ല. എത്തിയാൽ തന്നെ അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഓപ്പറേറ്റ് ചെയ്യാൻ സമയമുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല. അത്രയും ഒരു കണ്ടീഷനിലാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവാണ് അവർക്ക് തോന്നിയിരിച്ചിരിക്കുന്നത്. അവർ നടന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ചെയ്ത തൈലം, ഒരു വെണ്ണ വിശുദ്ധ തൈലമുണ്ട്, വിശുദ്ധ തൈലം എടുത്ത് പെട്ടെന്ന് പെരട്ടുകയാണ്. ആ സെക്കൻഡിനെ അസ്ഥി കഷ്ണം താഴേക്ക് വീണ് ആമാശയിലോട്ട് പോയി. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാണ്. എനിക്കതാണല്ലോ സംഭവിച്ചത്. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് മനസ്സിലായതല്ലേ, ഒന്ന് നമുക്കൊരു ഡെഡ് എൻഡാണ്, ഡെഡ് എൻഡിൽ ഇരുട്ടാണ്. ആ സമയത്ത് അവരെ വിളിച്ച് ഇന്നത് ചെയ്യാൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ അവസാനത്തിൽ ദൈവം തന്നെ കൊണ്ടുപോയി നിന്നെ പൊക്കിക്കൊണ്ടേ വെക്കുമെന്ന്. അതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. നല്ലവനായ ഈശോയെ, തക്ക സമയത്ത് ഞങ്ങൾക്ക് വഴി 14:6 യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. കർത്താവേ, അത് സത്യമാണ്. ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ വിശ്വാസമാണ്. കർത്താവേ, അതേ അനുഭവം ഈ വചനം കേൾക്കുന്ന, ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും ഇപ്പം തന്നെ കൊടുക്കുകയും പ്രതിസന്ധികളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സംഗീതം കേൾക്കുമ്പോൾ, ഈ പാട്ട് കേൾക്കുമ്പോൾ, സംഗീത ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ എല്ലാം അതേ പരിശുദ്ധാത്മ നിറവും അവിടെ പ്രതിസന്ധികൾക്കെല്ലാം അതിജീവിക്കാനുള്ള ആത്മാവിൻ്റെ അഭിഷേകം നൽകണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്ര സാക്ഷ്യങ്ങളിലൂടെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, അങ്ങയുടെ മക്കളുടെ മനസ്സിലേക്ക് കർത്താവേ ഭക്തിയുടെ, സ്നേഹനിർഭരമായ ഭക്തിയുടെ കർത്താവേ വലിയ ശക്തിയെ കർത്താവേ അങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചെറിയട്ടെ. ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഈശോ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ കർത്താവേ, അനേകായിരങ്ങൾ കർത്താവേ നിന്റെ തിരുസന്നിധാനത്തിൽ പ്രണമിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണേ ഈശോയെ. കർത്താവേ, സുവിശേഷ പ്രഭാഷണ സമയത്ത് ഞങ്ങൾ കേട്ടതുപോലെ കർത്താവേ, ഞങ്ങളുടെ മുമ്പിൽ സാധ്യതയുടെ ഒരു സാധ്യതയുമില്ല കർത്താവേ, ഒരു വഴിയുമില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല ഈശോയെ. സാമ്പത്തികമായ ബാധ്യതകളുള്ളവരുണ്ട് ഈശോയെ. അതുപോലെ തന്നെ കർത്താവ് പല മരുന്നുകളും പല ചികിത്സാവിധികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം കർത്താവേ, ഇനി എന്ത് ചെയ്യണമെന്ന് പോലും, എവിടെ പോകണമെന്ന് പോലും, ആരോട് ചോദിക്കണമെന്ന് പോലും കർത്താവേ മാർഗമില്ലാതെ കർത്താവെ തകർന്നിരിക്കുന്ന മക്കൾ ഈശോയെ അങ്ങനെ തിരുസയെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈശോ. ഈശോ ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവെ. ഈശോ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവെ. കണ്ണുനീരോടെയാണ് അവർ വരണത്. ഞാനവരെ ആശ്വസിപ്പിച്ച് കർത്താവെ നയിക്കുമെന്ന് കർത്താവെ. ജെറമ്യാ ലേഖനം കർത്താവെ ഇപ്പോഴും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവെ, അങ്ങ് കണ്ണുനീരോടെ വരുന്നവരെ കർത്താവെ അങ്ങ് ആശ്വസിപ്പിക്കണം കർത്താവെ. ഈശോ നീയാണ് ഉത്തരമെന്ന് കർത്താവെ ഈ പ്രഭാഷണത്തിലൂടെ കർത്താവെ നീ വ്യക്തമാക്കിയ കർത്താവെ. നീയാണ് ഉത്തരമെന്ന് കർത്താവെ ആ കർത്താവെ സാക്ഷ്യത്തിലൂടെ കർത്താവെ ഞങ്ങൾക്ക് നീ പ്രകടമാക്കി തന്നത് കർത്താവെ. അതേ കർത്താവ് ജീവിത സാഹചര്യത്തെ കർത്താവെ അങ്ങയുടെ തിരുസന്നിധി കർത്താവ് ദേശാന്തരങ്ങൾ മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന 10,000 കർത്താവെ ഇപ്പോൾ അങ്ങയുടെ തിരുസന്നിധി കർത്താവെ ഒരു വഴിക്ക് വേണ്ടി കർത്താവെ, ഒരു വിടുതലിന് വേണ്ടി കർത്താവെ പ്രാർത്ഥിക്കണം ഈശോ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവെ, ദിവ്യകാരുണ്യത്തോട് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എന്നെ ശ്രമിക്കുന്ന അനേകം മക്കൾ ഈ നിമിഷങ്ങൾ കർത്താവിൻ്റെ ശക്തി പ്രാപിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, രോഗപീഡിതര്, ഈശോ ജീവിത പ്രയാസങ്ങളിൽ സങ്കടപ്പെടുന്നവരെ അനേകം മക്കൾ കർത്താവ് ഈ നിമിഷം കർത്താവ് ഭക്തിയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർ കർത്താവ് ഇനി വിശ്വാസ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ നിമിത്തം കർത്താവ് വിശ്വാസം കർത്താവ് തകർന്നു പോയവർ പോലും കർത്താവ് വിശ്വാസത്തിൽ കർത്താവ് പാളിച്ച സംഭവിച്ചവർ പോലും മക്കൾ കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കണം കർത്താവ്. ഇപ്പോഴും കർത്താവ് ഈ ആരാധനയുടെ ദിവ്യശക്തിയാൽ മാർഗ രോഗങ്ങൾ, തീരവേദകൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോടെ. ഹല്ലേലൂയ, സ്തുതി ഹല്ലേലൂയ, അറിയാൻ പാടില്ലാതെ കർത്താവേ നമ്മുടെ തിരുസന്നിധി കർത്താവേ കുരുങ്ങുന്ന കർത്താവേ
ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിലെ 6:6 പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്ത് ചെയ്യണമെന്ന് കർത്താവേ അവനെ അറിയാമായിരുന്നുവെന്ന് ഈശോയെ. അത് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾക്കറിയത്തില്ല ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന്. കർത്താവേ അങ്ങയുടെ വചനത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ. ഹെബ്രായർ 4:2 വിശ്വസിക്കുന്നു കർത്താവേ. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, അവരതിൽ വിശ്വസിച്ചില്ല എന്ന് കർത്താവേ. ഞങ്ങളതിൽ വിശ്വസിക്കുന്നു കർത്താവേ. ഈ വചനം ഞങ്ങൾക്ക് പ്രയോജനപ്പെട്ടുകൊണ്ട് കർത്താവേ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ജീവിത ഇപ്പോഴത്തെ ദുർഘട സന്ധികളിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവേ നിനക്കറിയാം കർത്താവേ. ആ അറിവിനാ കർത്താവേ അങ്ങയുടെ മക്കളെ നീ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ശാരീരിക രോഗങ്ങളാൽ ഇനി നിനക്ക് കർത്താവിന്റെ ജീവിത സാന്നിധ്യത്തിന്റെയും കൂട്ടായ്മയുടെയും മുമ്പിലെ നിനക്കിത് ഇപ്പം ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം സാക്ഷ്യം വഹിക്കാൻ നിന്നെ പ്രാപ്തനാക്കും എന്നുള്ള അതീവ വിശ്വാസത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ നിന്നെ സാക്ഷ്യപ്പെടുത്തുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ എന്നെ ഉപകരണമാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധ്യയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്തുതിയുടെ ഹല്ലേലൂയ. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ജീവിക്കുന്ന ദൈവം നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി മനമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ അങ്ങേറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കർത്താവേ ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് കൃപാസന സാന്ത്വനാഭിഷേക ശുശ്രൂഷയില് വിശ്വാസത്തോടെ പങ്കുചേരുന്നവരെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സാക്ഷ്യം പറയുവാൻ അവിടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രദേശത്തിൽ പ്രഭാഷണം ആഗ്രഹിക്കുന്നു കർത്താവെ. IELTS എക്സാം എഴുതുന്നവര്, നെറ്റിന്റെ എക്സാം എഴുതുന്നവര്, വിദേശ ജോലി ആഗ്രഹിക്കുന്നവര്, രോഗങ്ങൾ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് ഈശോയെ ഏറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.